ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡെയിലി കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസസ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പോൾ അത് തന്നെ നമുക്ക് ഒരാൾ എവിടെയെങ്കിലും പോവുകയാണ്. അപ്പോൾ നമുക്ക് താൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കുകയാണെങ്കിൽ മിക്ക ആൾക്കാർക്കും അത് അറിയില്ല. പക്ഷേ ഈ കാലങ്ങളിൽ കൂടുതൽ ആൾക്കാർ വിദേശത്തേക്ക് പോകാൻ വേണ്ടി എല്ലാം പരിശ്രമിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വളരെയധികം നോക്കുന്നുണ്ട്. അപ്പോൾ വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അതാണ് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ഫോം. നമുക്ക് സിമ്പിളായിട്ട് അത് പറയാം ഗൈസ്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് പോകുന്നത്? വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എവിടെയാണ് പോകുന്നത്? അപ്പോൾ വേറെന്താ? വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേരെന്താണ്? വേർ ആർ യു കമ്മിങ് ഫ്രോം? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ നമുക്കൊരു റിപ്ലൈ കൊടുക്കണം. ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ ആലുവ പുക്കാട്ടുപടിയിൽ നിന്നാണ് വരുന്നത്. സോ ഞാൻ ഇങ്ങനെ പറയും, ഐ ആം കമ്മിങ് ഫ്രം നമ്മൾ വരുന്ന സ്ഥലത്തിൻ്റെ പേര്. ഫോർ എക്സാമ്പിൾ മീ ആലുവ പുക്കാട്ടുപടി. ഓക്കെ ഗൈസ്? അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് വാച്ച് ചെയ്യുന്ന ഒരു മദറാണെന്ന് വിചാരിച്ചോളൂ. അവർക്ക് അവരുടെ കുട്ടിക്ക് ഒരു ഭക്ഷണം കൊടുക്കണം. കുട്ടിക്ക് അത് ഇംഗ്ലീഷിൽ ചോദിക്കണമെന്നുണ്ട്. അപ്പോൾ അവരെങ്ങനെ ചോദിക്കും? വാട്ട് ഫുഡ് ഡു യു വാണ്ട്? നിനക്ക് എന്ത് തരം ഭക്ഷണമാണ് വേണ്ടത്? അങ്ങനെയൊക്കെ കുറേ സിമ്പിളായിട്ടുള്ള വാക്കുകളും സെൻറ്റൻസസും നമ്മുടെ ഇംഗ്ലീഷിലുണ്ട്. മിക്ക ആൾക്കാരും വിചാരിക്കും ഇത് വളരെ പാടാണെന്ന്. ഞാൻ തന്നെ ഈ കോവിഡ്-19 കാലത്ത് 2 വർഷം കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത്. അപ്പോൾ ഞാൻ കോവിഡ്-19 കാലം ആ 2 വർഷം കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത്. അതുപോലെ ഏത് വീട്ടമ്മമാർക്കായാലും ഒട്ടും സംസാരിക്കാൻ അറിയാത്തവർക്കും ആർക്കായാലും അത് പഠിക്കാൻ പറ്റും. അത് എക്സാമ്പിൾ ഇതേപോലത്തെ അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഓർ വീഡിയോസ് അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചാൽ വരെ നമുക്ക് അതിൻ്റെ അർത്ഥം കിട്ടും. ഇപ്പോൾ തന്നെ നമുക്ക് ഓരോ ഡിക്ഷണറികളും ഓരോ വീഡിയോകളും നമുക്ക് കാണാം. ഇംഗ്ലീഷ് വേഗം പഠിക്കാനുള്ള രീതികൾ അതനുസരിച്ചാണെങ്കിൽ നമുക്ക് വേഗം എല്ലാം പഠിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെമ്മറിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പാർട്ട്. അതുപോലെ തന്നെ നമ്മളുടെ ലോജിക്കൽ തിങ്കിങ് ഇസ് ദ മെയിൻ പാർട്ട് ഓഫ് ഇറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോജിക്കൽ അപ്പോൾ ഹി ഈസ് ഗോയിങ് ദാറ്റ് വേ, അവൻ ആ വഴിയിലൂടെ പോവുകയാണ്. അത് നമ്മൾ ഒരു സിമ്പിളർ ഫോം ആയിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗമായി നമുക്ക് പഠിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഈസ് ഗോയിങ് ദാറ്റ് വേ, അവൻ ആ വഴിയിലൂടെ പോകുന്നു. അങ്ങനെയൊക്കെ കുറേ സിമ്പിളായിട്ട് നമുക്ക് വേഗം പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ വിച്ച് ഈസ് യുവർ കൺട്രി? നിന്റെ രാജ്യം ഏതാണ്? വാട്ട് ഈസ് യുവർ ജോബ്? നിന്റെ ജോലി ഏതാണ്? അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. പീസ്.